ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഒരിക്കൽ കൂടി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊന്ന് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലിംപ്സസ് ഓഫ് ഗ്രീൻ എന്ന ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറിയായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ 4 പാരഗ്രാഫാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ആ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ഫേമസ് റൈറ്ററായിട്ടുള്ള റസ്കിൻ ബോണ്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത ഭാഗം ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇവർ താമസിക്കുന്നത് ഹിമാലയൻ പർവ്വതനിരകൾക്ക് താഴെയുള്ള ദഹ്റ എന്നൊരു സ്ഥലത്താണ്. ആ സ്ഥലത്ത് നമ്മുടെ ബോയുടെ മുത്തശ്ശന് കുറച്ച് സ്ഥലവും ഒരു വീടൊക്കെ ഉണ്ട്. ആ വീടും സ്ഥലവും ഒക്കെ മുത്തശ്ശന് അവകാശപ്പെട്ടതാണെങ്കിലും ആ സ്ഥലത്തെ ആൽമരം ആരുടെ കീഴിലായിരുന്നു? നമ്മുടെ ബോയുടെ കീഴിലായിരുന്നു. ആ ആൽമരത്തിന് മുകളിൽ വെച്ചിട്ട് അവന് ഒരു ഫ്രണ്ടിനെ ലഭിച്ചു. ഒരു സ്ക്യൂറലായിരുന്നു അത്. അധികം വൈകാതെ ആ സ്ക്യൂറലും അവന് തമ്മിൽ നല്ലൊരു കണക്ഷനിൽ വന്നു. പിന്നെ ആ ആൽമരത്തിന് മുകളിൽ പഴങ്ങൾ കഴിക്കാനായിട്ട് പക്ഷികൾ, ബേഡ്സ് വരാറുണ്ടായിരുന്നു. അവരെ സ്ക്വാബ്ലിംഗ്, തർക്കം കൊണ്ടൊക്കെ തന്നെ ആ സ്ഥലത്തെ ഏറ്റവും നോയ്സസ്റ്റ് പ്ലേസായി മാറിയത് നമ്മളുടെ ബാനിയൻ ട്രീ. ഇത്രയും കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. അതായത് നമ്മുടെ ആൽമരത്തിന് മുകളിൽ നമ്മുടെ ഈ ബോയ് ഒരു പ്ലാറ്റ്ഫോം പണി കഴിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഏറുമാടെന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? മരത്തിന് മുകളിൽ നമ്മൾ വുഡ് വെച്ചുണ്ടാക്കുന്ന സംഭവത്തെയാണ് ഏറുമാടെന്ന് പറയാം. പ്ലാറ്റ്ഫോം, അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം അവൻ എവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ബാനിയൻ ട്രീയുടെ മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഒന്നുകൂടി ഞാനത് വായിക്കാം, ശ്രദ്ധിക്കാം. ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്. അധികം ചൂടൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ ഉച്ചനേരം, ആഫ്റ്റർനൂൺ നേരമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോയ് എവിടെയാണ് സമയം സ്പെൻഡ് ചെയ്യാറ്? ഇവൻ ഈ ബിൽഡ് ചെയ്ത പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ്റെ സമയം സ്പെൻഡ് ചെയ്യും. ഐ കുഡ് റീഡ് ദെയർ, propping myself up against the bole of the tree with cushions taken from the drawing rooms. പ്രധാനമായിട്ടും അവൻ അവിടെ റിലാക്സ് ചെയ്യാനാണ് വരാറ്. അവൻ അവിടെ വരുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ. എന്താണത്? ഐ കുഡ് റീഡ് ദെയർ. ഇവന് അവിടെ പോയിരുന്ന് സ്വസ്ഥമായിട്ട് അവൻ്റെ ബുക്കുകളൊക്കെ എന്ത് ചെയ്യാം? ഓരോന്നായി വായിക്കാം. അതിന് വേണ്ടിയിട്ടാണ് അവൻ പ്രധാനമായിട്ടും ആ മരത്തിൻ്റെ മുകളിലുള്ള പ്ലാറ്റ്ഫോമിൽ പോകുന്നത്. ഐ കുഡ് റീഡ് ദെയർ, പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് അഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ. പ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചാരി കിടക്കുക, മരത്തിനോട് ചാരി കിടക്കുക. പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് അഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ. ബോൾ മീൻസ് തടി. അതായത് ആ മരത്തിൻ്റെ തടിയോട് അവൻ എന്ത് ചെയ്യും? ചാരി കിടന്നുകൊണ്ടാണ് അവൻ തൻ്റെ ബുക്ക് വായിക്കാറ്. വിത്ത് കുഷ്യൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. വെറുതെ ചാരി കിടക്കല്ല, അവൻ അവൻ്റെ പിന്നിൽ എന്ത് വെക്കാറുണ്ട്? ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്ത കുഷ്യൻസ്, നമ്മുടെ തലയാണെന്നൊക്കെ പറയില്ലേ, അതേമാതിരി കുഷ്യൻ അവൻ എന്ത് ചെയ്യാറുണ്ട്? ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് അവൻ അവിടെ പോയിരുന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കാറ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവൻ വായിച്ചിരുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ്. ഒരു മിക്സ് ആയിട്ടുള്ള പുസ്തകമാണ് അവൻ വായിച്ചത്. അല്ലാതെ അവന് പ്രത്യേകമായുള്ളൊരു സ്റ്റൈലുള്ള പുസ്തകം മാത്രമല്ല അവൻ വായിക്കുക, എല്ലാ രീതിയിലുള്ള ബുക്കും അവൻ എന്ത് ചെയ്യാറുണ്ട്? വായിക്കാറുണ്ട്. ഇനി പറയുന്നത് അവൻ അവിടെ പോയിട്ട് വായിക്കുന്ന പ്രധാനപ്പെട്ട ബുക്കുകൾ ഏതൊക്കെയാണ്. ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് and the novels of Edgar Rice Burroughs and Louis May Alcott made up my bag of very mixed reading. ഈ പറഞ്ഞതൊക്കെ അവൻ വായിക്കുന്ന പുസ്തകങ്ങളാണ്. ഇത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുക അവൻ്റെ റീഡിങ് സ്റ്റൈൽ എങ്ങനെയാണ്? മിക്സഡ് റീഡിങ്. മിക്സഡ് റീഡിങ് മീൻസ് പ്രത്യേക സ്റ്റൈലിലുള്ള ബുക്കൊന്നും അവൻ വായിക്കാറ്. അവൻ എല്ലാ തരത്തിലുള്ള ബുക്കും എന്ത് ചെയ്യാറുണ്ട്? ഈ ആൽമരത്തിൻ്റെ മുകളിലെ പ്ലാറ്റ്ഫോമിൽ ആഫ്റ്റർനൂൺ സമയത്ത് പോയിരുന്ന് വായിക്കാറുണ്ട്. When I did not feel like reading, I could look down through the banyan leaves at the world below. ഇനി അഥവാ അവൻ വായിക്കാതിരിക്കുന്ന സമയമാണെങ്കിൽ അവൻ എന്ത് ചെയ്യാം? ഈ ആൽമരത്തിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് അതിൻ്റെ ഇലകൾക്കിടയിലൂടെ താഴത്തേക്ക് നോക്കിയിരിക്കാം. ഒന്നുകൂടി ഞാൻ വായിക്കാം. When I did not feel like reading, ഞാൻ വായിക്കാതിരിക്കുന്ന സമയങ്ങളിൽ I could look down through the banyan leaves at the world below. ഈ ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ അവൻ എന്ത് ചെയ്യാറുണ്ട്? താഴത്തെ ലോകത്തെ, അതായത് മരത്തിന് താഴെയുള്ള ലോകത്തെ അവൻ എന്ത് ചെയ്യാറുണ്ട്? നോക്കി കാണാറുണ്ട്. അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. അവനവിടെ
ഇത് നോക്കുമ്പോൾ കാണുന്നത് അവൻ്റെ മുത്തശ്ശി വാഷ് ചെയ്ത് തുണി ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഉണങ്ങാനിട്ടുണ്ടാവും, അല്ലെങ്കിലോ ഉണങ്ങിയ തുണികളൊക്കെ എടുത്ത് തിരിച്ചു പോകുന്നതും അവൻ കാണാറുണ്ട്. ഒന്നുകൂടി ഞാൻ സെൻറ്റൻസ് വായിക്കാം. ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. മുത്തശ്ശി ഡ്രസ്സ് നനച്ചതൊക്കെ ഒന്നുമില്ല അവിടെ കൊണ്ടുപോയി ഇടാറുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് ഉണങ്ങിയതൊക്കെ എടുത്ത് കൊണ്ടുപോകാറുണ്ട്. അതുമല്ലെങ്കിലോ അറ്റ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ. അവരുടെ വീട്ടിലെ കുക്ക് ഫ്രൂട്ട് വെൻഡർ മീൻസ് പഴം വിൽക്കാവുന്ന ആളുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ക്വാറലിംഗ് മീൻസ് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നത് അവൻ എവിടെ നിന്ന് കാണാറുണ്ട്, ഈ ആൽമരത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കാണാറുണ്ട്. പിന്നെയോ ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. മുത്തശ്ശൻ കൊണ്ടുവന്നിട്ടിരിക്കുന്ന മാരിഗോൾഡ്സ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ്. അതിനോട് മുത്തശ്ശൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഗ്രംബ്ലിംഗ് മീൻസ് പിറുപിറുക്കുക, വർത്താനം പറയുന്നതും അവർ കാണാറുണ്ട്. നമ്മളെ ഈ ബോയ് എവിടെ നിന്ന് കാണാറുണ്ട്, ഈ ബാനിയൻ ട്രീയിൽ അവനുണ്ടാക്കിയ പ്ലാറ്റ്ഫോമിലിരുന്ന് താഴത്തേക്ക് നോക്കുന്ന സമയത്ത് കാണാറുണ്ട്. യൂഷ്വലി നത്തിങ് വെരി exciting happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. പതിവായിട്ട് അവൻ അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യാറില്ല, കാണാറില്ല. സാധാ യൂഷ്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു കാര്യം അവൻ എന്ത് ചെയ്യാൻ സാധിച്ചു, അവിടെ നിന്ന് കാണാൻ സാധിച്ചു. ഞാനതൊന്നും കൂടി വായിക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബാനിയൻ ട്രീ. പതിവായിട്ട് അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എവിടുന്ന് കാണാണ്ടായിരുന്നില്ല, ബാനിയൻ ട്രീയുടെ മുകളിൽ നിന്ന് കാണാണ്ടായിരുന്നില്ല. ബട്ട് ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷേ ഒരു ആഫ്റ്റർനൂണിൽ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ഔട്ട് ദ സമ്മർ. ആ സമ്മർ സീസൺ മുഴുവൻ അവൻ എക്സൈറ്റഡ് ആക്കുന്ന ഒരു കാര്യം എവിടുന്ന് അവൻ കണ്ടു, ഈ ബാനിയൻ ട്രീയുടെ മുകളിലിരിക്കുന്ന സമയത്ത് കണ്ടു. ആര് കണ്ടു, ദ ബോയ്. അതെന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. അവനെ എക്സൈറ്റഡ് ആയി കണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ്. അവൻ ആരെ കാണാണ്, ഹി സോ എ മംഗൂസ് മീൻസ് ഒരു കീരി, ആൻഡ് എ കോബ്ര എന്ന് പറഞ്ഞാൽ ഒരു മൂർഖൻ പാമ്പ്, ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. അവരെന്ത് ചെയ്യാണ്, ഒരു പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ്. വെറും പോരാട്ടമല്ല, രണ്ടിലും ഒരാൾ മരിക്കുന്ന രീതിയിലുള്ള ഒരു ശക്തമായ പോരാട്ടം അവൻ എവിടെ നിന്ന് കണ്ടു, ഈ ബാനിയൻ ട്രീയുടെ മുകളിലിരുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കണ്ടു. വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി അബൌവ് ദം ഇൻ ബാനിയൻ ട്രീ. അവൻ കറക്റ്റ് കാഴ്ച എവിടുന്നാണ് കാണുന്നത്, അവൻ ആൽമരത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ താഴെയാണ് നമ്മുടെ ഈ ഫൈറ്റ് നടക്കുന്നത്. ആരൊക്കെ തമ്മിലുള്ള ഫൈറ്റ്, മംഗൂസും പിന്നെ നമ്മുടെ കോബ്രയും. ഓക്കെ, ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. അത് ഏത് മാസമായിരുന്നു, അതൊരു ഏപ്രിൽ മാസത്തിലൊരു ആഫ്റ്റർനൂൺ ആയിരുന്നു, കുറച്ച് ചൂടുള്ള സമയം. ഓക്കെ, ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻഡ് എവരി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോർസ്. വേനൽക്കാലത്തിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും എവിടെയായിരുന്നു സമയം ചെലവഴിച്ചിരുന്നത്, വീടിനുള്ളിലായിരുന്നു. കാരണം പുറത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ഒന്നുകൂടി ഞാൻ ആ ഭാഗം വായിക്കാം. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ. വരുന്ന വേനൽക്കാലത്തിന് മുന്നോടിയായിട്ടുള്ള വാം ബ്രീസ്, ചൂടുള്ള കാറ്റ്. ഹാഡ് സെൻഡ് എവരി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോർസ്. മുത്തശ്ശനടക്കം എല്ലാവരെയും ഈ ചൂട് കാറ്റ് കാരണം അവർ മുഴുവൻ ഇപ്പോൾ എവിടെയാണ്, ഇൻഡോർസ് മീൻസ് വീടിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യാറ്, സമയം സ്പെൻഡ് ചെയ്യാറ്. ഐ വാസ് ഫീലിംഗ് ഡ്രോസി മീൻസ് ഉറക്ക ക്ഷീണം, ചടവ് ക്ഷീണം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒരു ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യാണ്. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി, ഉറക്കം തൂങ്ങുക എന്ന് വേണമെങ്കിൽ പറയാം അതിന് കേട്ടോ. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ് ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. ക്ഷീണം കാരണം അവൻ ചിന്തിക്കുകയാണ് എന്ത്, ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ് ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. ഭയങ്കര ചൂടുകാലമൊക്കെ അല്ലേ, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവരുടെ വീടിൻ്റെ പിന്നിൽ ഒരു പോണ്ടുണ്ട്. പോണ്ട് മീൻസ് ഒരു കുളമുണ്ട്. ആ കുളത്ത് പോയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് മുങ്ങി കുളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് നമ്മുടെ ബോയ് ചിന്തിക്കുകയാണ്. When I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് അവൻ ആരെ കാണുന്നത്, ഈ പറയുന്ന രണ്ടാൾക്കാരെ. ആരൊക്കെയാണ്, എ മംഗൂസ് ആൻഡ് എ കോബ്ര. എങ്ങനെ കണ്ടു നോക്കി,
വെൻ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ചെറുതൊന്നല്ല, എ ഹ്യൂജ് മീൻസ് വലിയൊരു ബ്ലാക്ക് കോബ്ര, കറുത്തൊരു മൂർഖൻ പാമ്പ്. ഗ്ലൈഡിങ് ഗ്ലൈഡിങ് മീൻസ് ഇഴഞ്ഞു വരിക. എന്തിനിടയിൽ നിന്ന്? ഔട്ട് ഓഫ് ക്ലംബ് ഓഫ് കാക്ടസ്. ക്ലംബ് മീൻസ് കൂട്ടം, കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾച്ചെടിയുടെ ഒരു കൂട്ടം. അതിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് ആരെ അഴിഞ്ഞു വരുന്നത് കണ്ടു? എ ഹ്യൂജ് കോബ്ര. ആര് കാണാണ്? നമ്മുടെ ബോയ്. എവിടെ ഇരുന്നാണ് കാണുന്നേ? ഈ പറയുന്ന ബാനിയൻ ട്രീയുടെ മുകളിലുള്ള പ്ലാറ്റ്ഫോം. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. ആ പാമ്പ് കാക്ടസിൻ്റെ ഇടയിൽ നിന്ന് എഴിഞ്ഞ് വന്നിട്ട് കുറച്ച് കൂളറായിട്ടുള്ള ഷെയ്ഡുള്ള നിഴലുള്ള സ്ഥലത്തേക്ക് ആരെ അഴിഞ്ഞു പോവാണ്? നമ്മുടെ കോബ്ര ഇഴഞ്ഞു പോവാണ്. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ്. അതേ സമയത്ത് തന്നെ അപ്പുറത്ത് ആരുണ്ടായിരുന്നു? എ മംഗൂസ്. പൊതുവേ നമുക്കറിയാം പാമ്പിൻ്റെ അല്ലെങ്കിൽ കോബ്രയുടെ പ്രധാന ശത്രുവാണ് ആര്? മംഗൂസ്. അവർ രണ്ടാളും നേരിൽ കണ്ടാൽ ഉരിഞ്ഞ തർക്കത്തിൽ അവർ ഏർപ്പെടാറുണ്ട്. അപ്പോൾ തൊട്ട് അടുത്ത് ആരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു കോബ്രയുടെ അടുത്ത്? എ മംഗൂസ്. അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് ഹൂം ഐ ഹാഡ് ഓഫൺ സീൻ. ഈ മംഗൂസിനെ നമ്മുടെ ഈ ബോയ് എന്ത് ചെയ്യാറുണ്ട്? ഇടയ്ക്കിടയ്ക്ക് അവരുടെ ആ ഏരിയയിൽ കാണാറുണ്ട്. അപ്പോൾ അവൻ അത്ര അത്ഭുതമൊന്നുമില്ല. പക്ഷെ അവൻ ആദ്യമായിട്ടാണ് ആരെ കാണുന്നത്? നമ്മുടെ ഈ കോബ്രേനെ കാണുന്നത്. എമർജ്ഡ് ഫ്രം ദ ബുഷസ് ആൻഡ് വെൻ സ്ട്രെയിറ്റ് ഫോർ ദ കോബ്ര. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മംഗൂസ്, അവൻ സ്ഥിരമായി കാണുന്ന ഈ മംഗൂസ് എന്ത് ചെയ്യാണ്? ഈ കോബ്രയുടെ അടുത്തേക്ക് നേരെ എന്ത് ചെയ്യാണ്? ചെല്ലാണ്. എന്തിനു വേണ്ടി അവൻ ചെല്ലുണ്ടാവുക? ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. In a clearing beneath the tree, in bright sunshine, they came face to face. In the clearing beneath the tree, ഈ ഫൈറ്റ് നടക്കണവനെയാണ് എവിടെയാണ്? ഈ ആൽമരത്തിന് തൊട്ട് താഴെയാണ്. ഓക്കെ. ഇൻ ദ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ, ഇൻ ദ ബ്രൈറ്റ് സൺഷൈൻ. ബ്രൈറ്റ് സൺഷൈൻ മീൻസ് നല്ല വെയിലുള്ള സമയമാണ്, ഉച്ച സമയമല്ലോ, നല്ല വെയിലാണ് അവിടെ. ദേ കെയിം ഫേസ് ടു ഫേസ്. അവർ മുഖാമുഖം കണ്ടുമുട്ടാണ്. ആരൊക്കെ? കോബ്രയും മംഗൂസും. കണ്ടു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നമുക്ക് ഓൾറെഡി ചിന്തിക്കാം. കാരണം എന്താണ്? രണ്ടാളും ബദ്ധശത്രുക്കളാണ്, എനിമീസാണ്. ആരൊക്കെ? കോബ്രയും മംഗൂസും. കോബ്ര knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. കോബ്രയ്ക്ക് ആരെ നന്നായിട്ട് അറിയാം? കോബ്ര knew only too well that the grey mongoose, ആ ഗ്രേ നിറമുള്ള മംഗൂസ്, 3 feet long, അവൻ എത്ര അടി നീളമുണ്ട്? 3 അടിയോളം നീളമുണ്ട്. ആർക്ക്? കോബ്രയ്ക്കല്ല, മംഗൂസിന്. വാസ് എ സൂപ്പർ ഫൈറ്റർ, അവൻ നല്ലൊരു പോരാളിയാണെന്ന് ആർക്കറിയാം? നമ്മുടെ കോബ്രയ്ക്ക് അറിയാം. ആരെ പറ്റി? മംഗൂസിനെ പറ്റി. ക്ലെവർ ആൻഡ് അഗ്രസീവ്, പോരാളി മാത്രമല്ല നല്ല ബുദ്ധിമാനുമാണ്. അഗ്രസീവ് മീൻസ് അക്രമകാരി, നല്ല ആക്രമിക്കാൻ കഴിവുള്ള ആളാണ് ആര്? നമ്മുടെ മംഗൂസ്. ഇത് ആർക്കറിയാം? കോബ്രയ്ക്ക് അറിയാം. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. പക്ഷെ നമുക്ക് കോബ്രേനെ താഴ്ത്തി കെട്ടാൻ പറ്റില്ല. കോബ്രയും എങ്ങനത്തെ ആളാണ്? സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. അവന് നല്ല സ്കിൽഫുള്ളാണ്, പോരാത്തതിന് നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ഫൈറ്ററാണ് ആര്? നമ്മുടെ കോബ്ര. ചുരുക്കി പറഞ്ഞാൽ തുല്യശക്തികൾ തമ്മിലുള്ളൊരു യുദ്ധമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ആരൊക്കെയാണ് തുല്യശക്തികൾ? കോബ്രയും മംഗൂസും. ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. നമ്മുടെ കോബ്രയ്ക്കുള്ള കഴിവ് എന്താണെന്ന് വെച്ചാൽ ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, അവന് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ, ചലിക്കാൻ പറ്റും. ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശത്തേക്കാൾ വേഗത്തിൽ അവൻ എന്ത് ചെയ്യാം? സ്ട്രൈക്ക് ചെയ്യാൻ മീൻസ് കുത്തുക എന്നറിയില്ല, പാമ്പ് കുത്തുന്നതിൽ കേട്ടില്ലേ? സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. ആർക്ക്? നമ്മുടെ കോബ്രയ്ക്ക്. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വെർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. പോരാത്തതിന് അവൻ്റെ ലോങ് ഫാങ്സ് എന്ന് പറഞ്ഞാൽ വിഷപ്പല്ലുകൾ. പാമ്പിന് 2 വിഷപ്പല്ലാണുള്ളത്. ആ വിഷപ്പല്ലിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് എന്തുള്ളത്? സാക്സ് മീൻസ് വിഷസഞ്ചി എന്ന് പറയും. അതിൽ നിന്നാണ് ഈ പാമ്പ് എന്ത് ചെയ്യാറ്? വെനം പുറത്തേക്ക് എടുക്കാറ്. അതായത് നമ്മുടെ ഈ പാമ്പിൻ്റെ ഫാങ്സ് മീൻസ് പല്ലിൻ്റെ തൊട്ട് പിന്നിലായിട്ട് എന്തുണ്ട്? ഒരു സാക്ക് ഉണ്ട്. ആ സഞ്ചിയിൽ നിന്നാണ് അവൻ എന്ത് ചെയ്യാറ്? വിഷം പുറത്തെടുക്കാറ്. നിങ്ങൾ പാമ്പ് കടിക്കുമ്പോൾ കാണുന്നുണ്ടാവും ഒരു 2 കുത്ത് കാണാം. അതിലൂടെയാണ് വിഷം എന്ത് ചെയ്യാറ്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് ചെല്ലാറ്. ഫാങ്സ് വെർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. ആ സാക്കിൽ മുഴുവൻ എന്ത് നിറഞ്ഞു നിൽക്കുകയാണ്? ഡെഡ്ലി വെനം, മാരകമായ വിഷമാണ്. അതുകൊണ്ടാണ് പാമ്പ് കുത്തി കഴിഞ്ഞാൽ അധികമൊന്നും ജീവിക്കാത്തത്, നമ്മൾ പെട്ടെന്ന് മരണപ്പെട്ടു. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഒരു ചാമ്പ്യൻസ് തമ്മിലുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടക്കാൻ പോകുന്നത്. രണ്ടാൾക്കാരും ചാമ്പ്യന്മാരാണ്, അല്ല, ഓരോരോ രീതിയിൽ. കോബ്രയും ചാമ്പ്യനാണ്, മംഗൂസും ചാമ്പ്യനാണ്, തുല്യ ശക്തികളാണ്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു പോരാട്ടമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇതൊക്കെ ഈ ബോയ് എവിടെ നിന്ന് കാണുകയാണ്? നമ്മുടെ ബാനിയൻ ട്രീയുടെ മുകളിൽ അവനുണ്ടാക്കിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കാണുകയാണ് ഒരു ഏപ്രിൽ ആഫ്റ്റർനൂണിൽ. ഓക്കെ,
ഹിസ്സിങ് ഡിഫൈൻസ്. ഹിസ്സിങ് മീൻസ് പാമ്പ് ചീറ്റുകയാണല്ലേ നിങ്ങൾ, പാമ്പ് ചീറ്റ. ഹിസ്സിങ് ഡിഫൈൻസ് ഹിസ് ഫോർക്ക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. ചീറ്റി അടുക്കുകയാണ് ആര്? നമ്മുടെ പാമ്പ്. വെറുതെ ചീറ്റി അടുക്കല്ല, അവൻ്റെ ടങ് കണ്ടില്ലേ നിങ്ങൾ, അതായത് പാമ്പിൻ്റെ നാവ്, അതവൻ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്കും അകത്തേക്കും ഇടുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ ഈ പാമ്പ് അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? സെൻസ് ചെയ്യുന്നത്. ഓക്കെ, ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ, അതായത് ടേസ്റ്റിലൂടെ എന്ന കുറേ സ്മെല്ല്, വായുവിനെ അവൻ എന്ത് ചെയ്യാണ്? സെൻസ് ചെയ്യാണ് അവൻ്റെ ഈ ടങ്ങിലൂടെ. ഒന്നുകൂടി ഞാൻ ആ ഭാഗം വായിക്കാം. ഹിസ്സിങ് ഡിഫൈൻസ് ഹിസ് ഫോർക്ക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. അവൻ്റെ നാക്കവൻ എന്ത് ചെയ്യാണ്? ഉള്ളിലോട്ടും പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആര്? നമ്മുടെ കോബ്ര. ദ കോബ്ര റൈസ്ഡ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട്. പിന്നെ ആ ബോയ് പറയണ എന്ത്? ഈ കോബ്രയ്ക്ക് 6 അടിയോളം നീളമുണ്ട്. 6 feet, 6 അടിയോളം. 6 അടി നീളമുള്ള കോബ്ര അവൻ്റെ ശരീരത്തിന് 3 അടിയോളം ഭാഗം എന്ത് ചെയ്യാണ്? ഉയർത്തി നിൽക്കുകയാണ്. എവിടെ നിന്ന്? ഭൂമിയിൽ നിന്ന്. യുദ്ധം നടക്കാൻ പോവാണ്. അപ്പോൾ ഈ 6 അടി നീളമുള്ള നമ്മുടെ കോബ്ര അവൻ്റെ ശരീരത്തിൻ്റെ 3 അടിയോളം ഭാഗം എന്ത് ചെയ്യാണ്? ഭൂമിയിൽ നിന്ന് ഉയർന്ന് നിൽക്കുകയാണ്. ഓക്കെ. ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടക്കിൾഡ് ഹുഡ്. ഹുഡ് മീൻസ് പത്തി. വെറുതെ നിൽക്കല്ല, അവൻ പത്തി വിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആര്? നമ്മുടെ കോബ്ര. ഫൈറ്റിന് മുന്നോടിയായിട്ട് നമ്മുടെ ഈ കോബ്ര അവൻ്റെ 6 അടി നീളമുള്ള ശരീരത്തിൽ നിന്ന് 3 അടിയോളം ഉയരത്തിൽ എന്ത് ചെയ്യാണ്? പത്തിയും വിടർത്തി നിൽക്കുകയാണ്. ഓക്കെ. The mongoose bushed his tail. The long hair on his spine stood up. അതായത് ഈ സമയത്ത് മംഗൂസ് എന്ത് ചെയ്യാണ്? ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. നിങ്ങൾ മംഗൂസിൻ്റെ കീരിയെ ശ്രദ്ധിച്ചറിയാം, മേത്ത് മുഴുവൻ ഹെയറാണ്, രോമമാണ്. അവൻ ആ രോമൊക്കെ വിടർത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്? യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുക. ചുരുക്കി പറഞ്ഞാൽ കോബ്രയും തയ്യാറായി, മംഗൂസും തയ്യാറായി. ഇൻ ദ പാസ്റ്റ് the very thickness of his hair had saved him from bites that would have been fatal to others. പിന്നെ നമ്മുടെ ഈ ബോയ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ നിന്ന് അവൻ്റെ ഈ തിക്കായിട്ടുള്ള ഫെർഫർ മീൻസ് ഈ രോമങ്ങൾ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? പല പല ആക്രമണങ്ങളിൽ നിന്നും ഈ മംഗൂസിന് രക്ഷിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പാമ്പ് കടിക്കാൻ വരുമ്പോൾ പാമ്പിൻ്റെ പല്ല് കറക്റ്റായിട്ട് അതിലോട്ട് ഇറങ്ങി ചെല്ലില്ല, കാരണം അത്രയും തിക്കാണ് അവൻ്റെ രോമം. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, in the past the very thickness of his hair had saved him from bites that would have been fatal to others. മറ്റുള്ളവർക്ക് അത്രയും മാരകമായി തോന്നുന്ന കടിയിൽ നിന്ന് പോലും അവൻ്റെ ഈ തിക്കായിട്ടുള്ള രോമം, ഹെയർ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ മംഗൂസിനെ രക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ. നൗ though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. അപ്പം നമ്മുടെ ഈ 2 പോരാളികൾ, 2 ചാമ്പ്യൻസ് തമ്മിൽ എന്ത് ചെയ്യാണ്? യുദ്ധം തുടങ്ങാൻ പോകണം അല്ലേ? പക്ഷെ ഇവർക്കൊരു ഐഡിയ ഇല്ല, ആര് ഇങ്ങനെ ഒരു ബോയ് ഈ മരത്തിൻ്റെ മുകളിലുണ്ടെന്നും അവൻ ഈ കാഴ്ച കാണുന്നുണ്ടെന്നും അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. ഈ ബോയ് ഒരു കാഴ്ചക്കാരനാണ്. പക്ഷേ വേറെ 2 കാണികൾ കൂടി എന്ത് ചെയ്യാണ്? ഈ ഫൈറ്റ് കാണാൻ അങ്ങോട്ടേക്ക് വരികയാണ്. ആരൊക്കെയാണത്? ഞാൻ ഒന്നും കൂടി ആ ഭാഗം വായിക്കാം. though the combatants were unaware of my presence. unaware means അവർക്ക് അറിയില്ല, അങ്ങനെ ഒരു ബോയ് അവിടെ ഉള്ള കാര്യം, ഈ കുട്ടി അവിടെ ഉള്ള കാര്യം അവർക്ക് അറിയില്ല. unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. spectators means കാണികൾ. പക്ഷെ അവർ വേറെ 2 ആൾക്കാരെ കണ്ടു. ആര്? നമ്മുടെ ഈ മംഗൂസും കോബ്രയും. ഈ കുട്ടി കൂടാതെ വേറെ 2 കാണികൾ കൂടി എന്ത് ചെയ്യാണ്? ഇത് കാണാൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഓക്കെ. ആരൊക്കെയാണെന്ന് നമുക്കത് നോക്കാം. വൺ വാസ് എ മൈന. ഒരാൾ ആരായിരുന്നു? ഒരു മൈനയായിരുന്നു. പിന്നെയോ ആൻഡ് ദ അതർ എ ജംഗിൾ ക്രോ. മറ്റൊന്ന് ഒരു ജംഗിൾ ക്രോ മീൻസ് കാട്ടിലൊക്കെ ഉള്ള ഒരു കാക്ക. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നോട്ട് ദ വില്ലി അർബൻ ക്രോ. അതായത് നമ്മുടെ അവിടെ ചുറ്റുപാടത്ത് കാണുന്ന കാക്കയല്ല, കാട്ടിലൊക്കെ കാണപ്പെടുന്ന ഒരു കാക്ക. അപ്പോൾ 2 കാണികൾ കൂടി അവിടെ വന്നു. ആരൊക്കെയായിരുന്നു? എ ക്രോ ആൻഡ് എ മൈന. they had seen these preparations for battle. അവരും എന്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്? ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. ഒരു സൈഡിൽ ആര്? കോബ്രയും മറ്റു സൈഡിൽ മംഗൂസും. ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം. അവർ ഈ യുദ്ധം കാണാൻ വേണ്ടിയിട്ട്, ആ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആ കോബ്ര എഴിഞ്ഞു വന്നു പറഞ്ഞൊരു കാക്ടസ് മരങ്ങളെ പറ്റി പറഞ്ഞില്ലേ, അതിന് മുകളിൽ പോയിരിക്കുകയാണ് ആര്? നമ്മുടെ മൈനയും നമ്മുടെ ക്രോയും. 2 ആളും അവിടെ സെറ്റിൽ അവിടെ ഇരുന്നു. had they been content only to watch, all would have been well with both of them. അവർ ജസ്റ്റ് അവിടെ പോയിട്ട് ഇരുന്ന് കാണണമെന്ന് മാത്രമേ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വേറെ ചില കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ സംഭവിക്കുന്നുണ്ട്. അതെന്തൊക്കെ നമുക്ക് നോക്കാം. The cobra stood on the defensive means ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എതിർക്കാൻ രീതിയിൽ കോബ്ര സ്റ്റൂഡ് പത്തി പടുത്തിക്കൊണ്ട് എണീറ്റ് നിൽക്കുകയാണ്. swaying slowly from side to side. വെറുതെ നിൽക്കല്ല,
അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സ്വേയിങ് മീൻസ് മൂവിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്? നമ്മുടെ കോബ്ര. ട്രൈങ് ടു മെസ്പറൈസ് ദ മംഗൂസ് ഇൻ ടു മേക്ക് മാർക്കിംഗ് എ ഫാൾസ് മൂവ്. നമ്മുടെ ഈ പാമ്പ് പത്തി വിടർത്തിക്കൊണ്ട് നിന്നിട്ട്, ഒരു ഹുഡ് വിടർത്തിക്കൊണ്ട് നിന്നിട്ട് ആരെ മെസ്മറൈസ് മീൻസ് വശീകരിക്കുക എന്നൊക്കെ പറയാം. ആരെ? നമ്മുടെ ഈ മംഗൂസിന്. എന്തിനു വേണ്ടിയിട്ട്? നീ എന്നെ കടിച്ചോ എന്ന രീതിയിൽ അടുത്തുകൂടെ പോയിട്ട് ആരിങ്ങനെ സ്വേ മീൻസ് മൂവ് ചെയ്യാണ് ആര്? നമ്മുടെ കോബ്ര. ആരെ വശീകരിക്കാൻ? നമ്മുടെ മംഗൂസിനെ. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻസ് ഗ്ലാസി അൺവിങ്കിങ് ഹൈസ് ആൻഡ് റിഫ്യൂസ് ടു മീറ്റ് ദം. പക്ഷേ ഈ കോബ്രയെ നന്നായിട്ട് ആർക്കറിയാം? നമ്മുടെ മംഗൂസിനെ അറിയാം. മംഗൂസ് നല്ല ഐഡിയ ഉണ്ട് ആരെ പറ്റിയിട്ട്? കോബ്രയെ പറ്റി. അപ്പോൾ അതിൽ പറയുകയാണ്, നോക്കി. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻസ് ഗ്ലാസി അൺവിങ്കിങ് ഹൈസ്. പക്ഷേ നമ്മുടെ മംഗൂസിന് ഈ കോബ്രയെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഗ്ലാസി അൺവിങ്കിങ് ഹൈസ്. അൺവിങ്കിങ് മീൻസ് കണ്ണടയ്ക്കാൻ പറ്റില്ല. ഈ പാമ്പിന് നമ്മുടെ കൺപോളല്ലേ, അതുകൊണ്ട് തന്നെ കണ്ണടക്കില്ലേ പാമ്പ്. ഓക്കെ. ആൻഡ് റിഫ്യൂസ്ഡ് ടു മീറ്റ് ദം. അതുകൊണ്ട് തന്നെ മംഗൂസ് എന്ത് ചെയ്യാണ്? അവൻ്റെ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അവൻ അവിടെ നിന്ന് അനങ്ങിയതേ ഇല്ല. ഈ പാമ്പ് അവനെ ഒന്ന് വശീകരിക്കാൻ ശ്രമിച്ചു, ആക്രമിക്കാൻ വേണ്ടി പോരെന്ന് പറഞ്ഞ രീതിയിലൊന്ന് ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു, സ്വേ ചെയ്തു. പക്ഷേ മംഗൂസിനെ അറിയാം ആരെ പറ്റി? പാമ്പിനെ പറ്റി നല്ല ധാരണ ഉണ്ട്. മംഗൂസ് അവിടെ നിന്ന് അനങ്ങിയതേ ഇല്ല. ഹി ജസ്റ്റ് സ്റ്റാൻഡ് സ്റ്റിൽ. ഇൻസ്റ്റഡ് ഹി ഫിക്സഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്ര സുഡ് ആൻഡ് ഓപ്പൺ ദാറ്റ് ടൈം. പക്ഷേ ഇതേ സമയം നമ്മുടെ മംഗൂസ് എന്ത് ചെയ്തെന്ന് അറിയും? ഇൻസ്റ്റഡ് ഹി ഫിക്സഡ് ഹിസ് ഗേസ് മീൻസ് നോട്ടം. ഓക്കെ. അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്ര സൂട്ട്. ഈ പാമ്പിൻ്റെ പത്തിയുടെ തൊട്ട് താഴെ വെച്ചിട്ട് അവൻ എന്ത് ചെയ്യാണ്? അവൻ്റെ കണ്ണിങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കും, അവൻ്റെ എയിം ഒരു ലക്ഷ്യം പോലെ. ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഈ ഓപ്പൺ ദ അറ്റാക്ക് മീൻസ് അവൻ്റെ ആക്രമണം സ്റ്റാർട്ട് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഒന്നും കൂടി ഞാൻ പറയാം. നമ്മുടെ ഈ ബോയ് മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് താഴെ ആര് തമ്മിലുള്ള ഫൈറ്റ് കാണാൻ പോവാണ്? നമ്മുടെ മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റ് കാണാൻ പോവാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ബാക്കിയുള്ള കാര്യം വി ക്യാൻ ഡിസ്കസ് ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.